വർക്കലയിൽ മോഷണത്തിനിടെ പിടിയിലായ പ്രതികളിൽ ഒരാൾ മജിസ്ട്രേറ്റിന് മുന്നിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വർക്കല ഹരിഹരപുരത്ത് കിടപ്പ് രോഗിയായ വൃദ്ധ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ ഭക്ഷണത്തിൽ ലഹരി ചേർത്ത് നൽകിയ ശേഷം നേപ്പാളിയായ വീട്ടുജോലിക്കാരിയുടെ സഹായത്തോടെ മോഷണം നടത്താൻ ശ്രമിച്ച് പിടിയിലായ പ്രതികളിൽ ഒരാൾ ഇന്ന് വർക്കല കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കുഴഞ്ഞു വീണ് മരിച്ചു. നേപ്പാൾ സ്വദേശി രാംകുമാറാണ് മരിച്ചത്. വൈകുന്നേരത്തോടെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. കുഴഞ്ഞു വീണ രാംകുമാറിനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മോഷണം നടത്തിയ ശേഷം സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട രാംകുമാറിനെ പുലർച്ചെ 3 മണിയോടെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം. വർക്കല ഹരിഹരപുരം LP സ്കൂളിന് സമീപത്ത് ലൈം വില്ലയിൽ 74 വയസ്സുള്ള ശ്രീദേവിയമ്മ, മരുമകൾ ദീപ, ഹോം നഴ്സ് സിന്ധു എന്നിവർക്ക് ഭക്ഷണത്തിൽ ലഹരി കലർത്തി കൊടുത്താണ് മോഷണം നടത്താൻ ശ്രമിച്ചത്. വീട്ടുജോലിക്ക് 15 ദിവസമായി ഉണ്ടായിരുന്ന നേപ്പാളി സ്വദേശിനി യുവതിയാണ് ഭക്ഷണത്തിൽ ലഹരി കലർത്തിയത്. ശ്രീദേവിയമ്മയുടെ മകൻ ബാംഗ്ലൂരിൽ നിന്നും രാത്രി ഭാര്യയായ ദീപയെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് സമീപവാസിയായ ബന്ധുവിനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. ബന്ധു വീട്ടിൽ തിരക്കിയെത്തുമ്പോഴാണ് 4ഓളം പേർ ഓടി രക്ഷപ്പെടുന്നത് കണ്ടത്. വീടിനുള്ളിൽ കയറി നോക്കുമ്പോൾ 3 പേരും അബോധാവസ്ഥയിലായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി പ്രദേശത്ത് പരിശോധന നടത്തിയിൽ നിന്നാണ് രാംകുമാറിനെ പിടികൂടാനായത്. ഇയാൾ ബാഗിൽ പണവും സ്വർണവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ വീടിന് പിറകിലെ മതിൽ കമ്പിയിൽ കാൽ കുരുങ്ങി കിടക്കുകയായിരുന്നു. രാവിലെയോടെ സമീപത്തു നിന്ന് ഒളിച്ചിരുന്ന മറ്റൊരു പ്രതിയെയും നാട്ടുകാർ പിടികൂടി. CCTV പരിശോധിച്ചതിൽ നിന്നും 4 പേരടങ്ങുന്ന സംഘമാണ് മോഷണത്തിന് നേതൃത്വം നൽകിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഭാരത് വിഷൻ, വർക്കല.